ഹലോ എവരിവൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ഒഴിവിൻ്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പലരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2024 വിവരങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 24 അതായത് ഇനി 4 ദിവസങ്ങൾ കൂടെ നമുക്ക് അപേക്ഷ അയക്കാനായിട്ടുള്ളൂ. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒഴിവുകളുടെ എണ്ണം, മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ പറയുന്നുണ്ട്. ആർക്കൊക്കെ അപേക്ഷിക്കാം, ഏജ് ലിമിറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഴുവൻ കാര്യങ്ങൾ അടങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ PDF പകർപ്പ് നിങ്ങൾക്ക് വേണമെങ്കിലും അപേക്ഷ അയക്കാനുള്ള ലിങ്ക് ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫീ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 25. ഫീ എന്ന് പറയുമ്പോൾ വലിയ ഫീ ഒന്നുമില്ല. അതുപോലെ വുമൻ കാൻഡിഡേറ്റിന് ഫീ ഇല്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത് 10-ാം തീയതിയും 11-ാം തീയതിയാണ്. 2 ദിവസം നമുക്ക് കറക്ഷൻ വിൻഡോ ലഭിക്കുന്നുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ലെവൽ 1, ലെവൽ 2. അതിൽ 2 പരീക്ഷകളും CBT മോഡിൽ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ലെവൽ വരുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. ഡിസംബറിലാണ് സെക്കൻഡ് ലെവൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒഴിവുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റിലാണ് ഒഴിവുകൾ തുടങ്ങുന്നത്. നമുക്കറിയാം ഗ്രൂപ്പ് എ, പേ ലെവൽ 10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് പോസ്റ്റുകളാണ്. അതിനുശേഷം വരുന്ന പേ ലെവൽ 7 വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. 44,900 ടു 1,42,400 രൂപ വരെയാണ് ഇതിന്റെ ശമ്പളം വരുന്നത്. നമുക്ക് HR അതുപോലെ തന്നെ ട്രാവലിംഗ് അലവൻസ് എല്ലാം കൂടെ കൂട്ടി ഒരു 78,000 രൂപയോളം തുടക്കത്തിൽ തന്നെ ശമ്പളം ലഭിക്കും. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ അസിസ്റ്റന്റ് സെഷൻ ഓഫീസറുടെ ഒഴിവുകൾ വരുന്നുണ്ട്. അതൊക്കെ തന്നെ വളരെ നല്ല പോസ്റ്റുകളാണ്. അതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് 30 വരുന്നത്. SC, ST, OBC, PWD, EWസിനൊക്കെ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ട്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഏതൊക്കെ പോസ്റ്റുകളാണ്, നിങ്ങൾക്ക് ഏതിനൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫുള്ള എക്സാം തന്നെയായിരിക്കും. എക്സാമിനേഷൻ ഓരോ പോർഷനും ഓരോ സബ്ജക്റ്റുകളും സിലബസും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഈ നോട്ടീസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കുക. പേ ലെവൽ 6 വരുന്ന സമയത്ത് 35,400 ടു 1,12,400 രൂപ വരെയാണ്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ബി പോസ്റ്റ് തന്നെയാണ്. ഇതിലും ഒരുപാട് ഒഴിവുകളുണ്ട്. ഇനി പേ ലെവൽ 5 29,200 ടു 92,300 ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. അതിൽ 27 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പേ ലെവൽ 4 വരുന്ന സമയത്ത് ഗ്രൂപ്പ് സി പോസ്റ്റുകൾ 27 വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇതിന് പോസ്റ്റുകളുടെ എണ്ണം അപ്രോക്സിമേറ്റ് 17,727 പോസ്റ്റുകളാണ് അപ്രോക്സിമേറ്റ് വരുന്നത്. പോസ്റ്റുകളുടെ എണ്ണം കൂടാനേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആഗസ്റ്റ് 1 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 27 വയസ്സ് വരെയുള്ളവർ ഏത് വർഷത്തിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. 30 വയസ്സ് ഏജ് ലിമിറ്റ് ഏത് വർഷത്തിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. 18 to 30 ഏത് വർഷത്തിനുള്ളിലായിരിക്കണം. ഏതാണ് അതിന്റെ റിമാർക്സ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഏജിൽ റിലാക്സേഷൻ നോക്കാം. SC, ST 5 വർഷം, OBC 3 വർഷം, PWD 10 വർഷം, PWD OBC 13 വർഷം, PWD SC, ST 15 വർഷം, എക്സ് സർവീസ്മെൻ 3 വർഷം. അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിഡോ, ഡിവോഴ്സ്ഡ് 35 വയസ്സ്, SC, ST ആണെങ്കിൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രൈബിന്റെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓരോ പോസ്റ്റിനും ഓരോ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി SSCയുടെ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ID പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ അയക്കാം. ഈ ഒരു പോസ്റ്റിൽ അപേക്ഷ അയക്കാം. ഇനി അതല്ല, SSCയുടെ പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷ ഇതുവരെ അയച്ചിട്ടില്ല എങ്കിൽ അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. അതിലൊരു ബുദ്ധിമുട്ടുമില്ല. അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 100 രൂപയാണ്. എന്നാൽ വുമൺ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ SC, ST, PWD, എക്സ് സർവീസ്മെൻ ഇവർക്കൊന്നും തന്നെ അപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല.
ഫീ അടക്കാനുള്ള അവസാന തീയതിയും കൊടുത്തിട്ടുണ്ട്, 25 ജൂലൈ ആണ്. കറക്ഷൻ വിൻഡോ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അറിയാനുള്ളത് നമ്മുടെ എക്സാം സെന്ററുകളാണ്. കർണാടക, കേരള റീജിയനിൽ നമുക്കിവിടെ എറണാകുളം, കൊല്ലം, പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, ട്രിവാൻഡ്രം, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ എക്സാം സെന്ററുകളുണ്ട്. നല്ല രീതിയിലുള്ള റാങ്ക് ഒക്കെ ലഭിക്കുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പോസ്റ്റ് ലഭിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ നമുക്ക് ഈ നിയമനം ലഭിക്കും എന്നുള്ളതാണ്. എക്സാമിനേഷൻ സ്കീം എന്ന് പറയുന്നത് 2 ലെവലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ലെവലിലും CBT മോഡൽ തന്നെയാണ് പരീക്ഷ വരുന്നത്. ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25 ചോദ്യങ്ങൾ 50 മാർക്കിനുള്ളത്, ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ചോദ്യങ്ങൾ 50 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ചോദ്യങ്ങൾ 200 മാർക്കിനുള്ളതാണ്. ഇത് നിങ്ങൾ 1 മണിക്കൂറാണ് ഇതിന്റെ സമയം വരുന്നത്. സ്ക്രൈബിനെ വെച്ച് എഴുതുന്നവർക്ക് 20 മിനിറ്റ് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് 0.5. സെഷൻ 2ലും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. പേപ്പർ 2 ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ പോസ്റ്റിന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും നമുക്ക് ഈ നോട്ടീസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഒഴിവിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ഒഫീഷ്യൽ ID, എംപ്ലോയീസ് ID, എക്സ് സർവീസ്മാൻ ID, അതർ ഫോട്ടോ ഗവൺമെന്റ് ID നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പോസ്റ്റിന്റെയും ഒഴിവുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. റിസർവേഷന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഫ്രോഡ് പരിപാടി, അതുപോലെ തന്നെ മാൽ പ്രാക്ടീസിനൊക്കെയുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പരീക്ഷാ ഹാളിൽ പരീക്ഷ നടത്തുന്നവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാനുള്ള കസ്റ്റമർ കെയർ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിൽ നിന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസബിലിറ്റിന്റെ കാര്യവും അതുപോലെ തന്നെ PWDയുടെ ഫോമും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക. ഓരോ ഫോമിന്റെയും ഫോർമാറ്റുകൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വായിച്ച് മനസ്സിലാക്കി വേണം അപേക്ഷ അയക്കാൻ. ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ്, മറ്റുള്ള വിവരങ്ങളൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് ആപ്ലിക്കേഷൻ 7 നെക്സ്റ്റിലേക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ലഭിക്കും. നിങ്ങൾക്കത് വീണ്ടും റീലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, റീലോഗിൻ ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഓരോന്നോരോന്നായിട്ട് പൂർത്തിയാക്കുക. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പാസ്വേഡ് മാറ്റുന്നതും അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതും ഓൺലൈൻ രജിസ്ട്രേഷൻ ഡിക്ലറേഷൻ കൊടുക്കുന്നതും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു നോട്ടീസിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴൊക്കെ തന്നെ തെറ്റാതെ സൂക്ഷിക്കുക. വിവരങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് ബാധിക്കും. നമ്മുടെ നെറ്റ് എക്സാമിനെ അപേക്ഷിക്കുന്ന പോലെയൊന്നും അല്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങളായിരിക്കണം. പിന്നീട് നമുക്ക് കറക്ഷൻ വിൻഡോ ഉണ്ടെങ്കിലും ആ സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ മുഴുവൻ വിവരങ്ങളും ഈ ഒരു നോട്ടീസിൽ തന്നെ ഓരോ സ്റ്റേജ് ബൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ യോഗ്യത ഉള്ളവരാണെങ്കിൽ അപേക്ഷിക്കുക. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി ആണ്. നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പോസ്റ്റിൽ വരുന്നത്, നമുക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നോർമൽ കേസ് OBC ആയാലും ജനറൽ ആയാലും ഒക്കെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ കുറവായിരിക്കും.
27, 30 അതിലൊരു 5 വർഷത്തെ ഇളവൊക്കെ ലഭിക്കുന്നുള്ളൂ OBCക്കൊക്കെ. OBC അപേക്ഷകരെന്ന് പറയുമ്പോൾ ഒരു 33 വയസ്സുള്ളവർക്കേ അപേക്ഷിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഏജ് ലിമിറ്റിലുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം. അതിന് നമുക്ക് കൃത്യമായിട്ട് മറുപടി നൽകാവുന്നതാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഏത് രീതിയിലാണ് പരീക്ഷ നടക്കുന്നത്, എന്തൊക്കെയാണ് സിലബസ്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ജോലി ഒഴിവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.